എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ നിൽക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകൻ എന്നുള്ള ഒരു നിലയിലാണ് നാഗേഷ് ഏട്ടൻ എന്നെ ഇവിടെ വിളിച്ചത്. നമ്മൾ തുടങ്ങേണ്ടത്, നമ്മൾ ആ PhD എടുക്കുന്ന കുട്ടി ഒരു മൈത്രേൻ്റെ കൂടി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിന് കടക്കും മുമ്പേ ഞാൻ പറയാം, 2010 ജനനം. യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ ജനനം 2010. 2010 അവസ്ഥ അറിയാം. നമ്മളെ ഈ സ്വതന്ത്ര ചിന്ത, യുക്തിചിന്ത മേഖലയിലുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞാൻ 2010 നോക്കുമ്പോൾ ഒരു യുക്തിവാദ വീഡിയോ കാണാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്ന യു കലാദാൻ മാഷിൻ്റെ ഒരു വീഡിയോ ആണ്. ഒരു രീതിയിലും നമുക്കത് കേൾക്കാൻ പറ്റില്ല. അന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ചുള്ള സംഭവത്തിൽ ഷൂട്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തെങ്കിൽ യൂട്യൂബിൽ ഞാനത് കണ്ടതാണ്. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് ബാൻശ്രീയും ഞാനും കൂടി ചേർന്നിട്ടാണ് രവിചന്ദ്രൻ സിയുടെ ഒരു പ്രഭാഷണത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. ബാൻശ്രീ ഷൂട്ട് ചെയ്യും, ഞാൻ എഡിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ അന്നൊക്കെ ഈ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പഴയ ലാപ്ടോപ്പൊക്കെയാണ്, അതൊരു ദുരന്ത കഥയാണ്. അങ്ങനെയൊക്കെ ചെയ്തു. അന്ന് യൂട്യൂബില്ല, ഇതേപോലെ നമുക്ക് അപ്ലോഡിങ് സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പോഴെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ CD അടിച്ച് വിൽക്കുക എന്നുള്ളതാണ്. ആര് വാങ്ങാൻ? ഒരു 10, 200, 300 CD ഒക്കെ അടിക്കും, ഒരു 10-50 എണ്ണമൊക്കെ പോകും, ബാക്കി അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്നാലും നമ്മൾക്ക് ആ ഒരു പ്രവൃത്തി ചെയ്യണം, നമുക്ക് ആ ഒരു പാഷൻ കൊണ്ട് നമ്മളത് ഇറങ്ങിത്തിരിച്ചു. അന്ന് തൊട്ട് ഇപ്പം ഈ ചാനൽ 13.8 എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് 2020 തുടങ്ങിയത്. ഇപ്പം 25, 5 വർഷം കൊണ്ട് അതിനകത്തൊരു 2000 വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഞാനൊരു 2010 മുതൽ എനിക്കൊരു ഏകദേശം ഞാനൊരു റഫ് കണക്കാണെങ്കിൽ ഒരു 5000-6000 വീഡിയോളം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനിവിടുന്ന് ചത്തുപോയാലും എനിക്ക് ഈ ഒരു മേഖലയിൽ ചെറിയൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റി. എനിക്ക് ക്യാമറയിൽ പിന്നിൽ നിന്നുള്ള ഓൺ ഓഫ് ബിജുമോഹനെ പോലെ പ്രൊഫഷണലൊന്നും അല്ല, ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും മാത്രമേ അറിയാവൂ. കാര്യം എന്താ, എൻ്റെ മെയിൻ ജോലി ഇതല്ല, എനിക്ക് വേറൊരു ജോലിയുണ്ട്. ഞാനൊരു സഹകരണ സംഘത്തിലെ സെക്രട്ടറിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതേപോലെ ഞായറാഴ്ചകളിലും രാത്രിയൊക്കെ ഇരുന്നാണ് നമ്മൾ എഡിറ്റ് ചെയ്യുകയും ഇത്രയും വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ജോലി ഭാരം എന്ന് പറഞ്ഞാൽ വലിയ ഭാരമാണ്. ഒരു സംഘത്തിലെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ഇടയിലിരുന്ന് നമ്മൾ ചെയ്യുന്നു. അത് എനിക്കത് ഈ ചാനൽ 13.8 എന്ന് പറയുന്നത് നമ്മളൊരു ഒരു സ്വന്തം സഹചാരിയാണ്. വൈകുന്നേരം വന്നാൽ ഒരു 9 മണിക്ക് കയറിയിരുന്നിട്ട് ഒരു 10-11 മണി വരെ നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് രണ്ടുപേർ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അത് മാത്രമാണ് അതിനകത്ത് മോണിറ്ററി ബെനിഫിറ്റ് എനിക്കതിനകത്ത് പ്രശ്നമില്ലാന്ന്. കാര്യം എനിക്ക് മറ്റൊരു ജോലി ഉള്ളതുകൊണ്ട് മോണിറ്ററി ബെനിഫിറ്റ് ഞാൻ അത്ര കാര്യമാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ പ്രൊമോഷനും ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തിടും, അത്യാവശ്യം നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളല്ലാതെ വലിയൊരു പ്രൊമോഷൻ കാര്യങ്ങളും ചെയ്യുന്നില്ല. അതൊന്നാമത്തെ കാര്യം. മേഡം നേരത്തെ ചോദ്യം നാസ്തിക് നേഷൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ എന്താണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം, എന്താണ് മതത്തിനെതിരെ ശാസ്ത്രത്തെ പ്രതിഷ്ഠിക്കാനാണോ? അവിടെയാണ് ഒരു പ്രശ്നം. ആ പ്രതിഷ്ഠയ്ക്ക് വലിയൊരു പ്രശ്നമുണ്ട്. കാര്യം പ്രതിഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തൊരു സാധനത്തേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക എന്നാണ്. എന്തെങ്കിലും ഒരു കല്ലോ മരമോ വല്ലതും പൂജിച്ച് അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ട് ഇത് ശിവനാണ് വിഷ്ണുവാണ് മറ്റാണെന്ന് പറഞ്ഞ് പ്രതിഷ്ഠിക്കുകയാണ്. അതല്ല ഇവിടെ നമ്മൾ ഉൾപ്പെടെയുള്ള നാഗേഷ് ആയിരുന്നാലും നാസിക് നേഷൻ ആയിരുന്നാലും നമ്മളെല്ലാം ചെയ്യുന്നത് ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇപ്പം യേശുദാസ് സാറ് നേരത്തെ സ്കൂളിലെ വിദ്യാഭ്യാസ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു. അവിടെ എന്താണ് നടക്കുന്നത് നമുക്കറിയാം. ഒരു ശാസ്ത്രീയ വിദ്യാഭ്യാസവും ഒരു കുട്ടികൾക്കും ശരിയായ രീതിയിൽ കിട്ടുന്നില്ല. മതവിദ്യാഭ്യാസം മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. ഇത് കിട്ടുന്നുള്ളൂ. ഇപ്പം നേരത്തെ JK മേഡം പറഞ്ഞതുപോലെ നമ്മൾ പാരൻറ്റിങ്ങിൻ്റെ കേസ് ചോദിച്ചു, അവരോട് ചോദിച്ചില്ലേ അവരെ അത് പഠിപ്പിക്കുന്നുണ്ടോ, ഇത് ഒന്നും പഠിപ്പിക്കണ്ട. അങ്ങനെ അവരെ അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കട്ടെ എന്നുള്ള, അവരെന്താണോ പറയുന്നത് അത് പഠിക്കട്ടെ എന്നാണ്. എൻ്റെ മകനുണ്ട്, പങ്കാളി വിശ്വാസിയാണ്, മകൻ ഒരു യുക്തിവാദിയാണ്. അപ്പോൾ ഞാൻ മതമില്ലാത്ത ജീവൻ അവാർഡ് അവന് 2023 കിട്ടിയപ്പോൾ അവനൊരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. പെട്ടെന്നൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അവന് കേരള യുക്തിവാദ സംഘത്തിന്. അപ്പോൾ അവൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, എപ്പോഴും മുതലാണ് ഇങ്ങനെ അച്ഛനും അമ്മയും നിർബന്ധിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അമ്മയില്ല, പക്ഷെ അച്ഛൻ നിർബന്ധിച്ചോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല, 7ാം ക്ലാസ് വരെ അവൻ വിശ്വാസിയായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്കും അറിഞ്ഞൂടായിരുന്നു 7ാം ക്ലാസ് വരെ വിശ്വാസിയായിരുന്നു എന്ന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ എന്ത് പറഞ്ഞാലും മതം പഠിപ്പിച്ചിട്ടില്ല. അത് ഞാനിവിടെയുള്ള രക്ഷകർത്താക്കളോട് ഒക്കെ പറയുന്നത്, ഏത് കുട്ടികളും മതം പഠിപ്പിക്കണം. എപ്പോഴെന്നറിയാമോ? 18 വയസ്സ് കഴിഞ്ഞിട്ട് പഠിക്കണം. 18 വയസ്സ് കഴിഞ്ഞ് മതം പഠിക്കുന്ന ഒരാൾ, പൂർണ്ണമായിട്ടും മതം പഠിക്കുന്ന ഒരാൾ വീണ്ടും അതിൽ തുടരുന്നു എങ്കിൽ അയാൾക്കെന്തോ പ്രശ്നമുണ്ട്. അയാൾ അങ്ങനെ തുടരുന്ന ഒരാൾ ഒരു മാനവിക വിരുദ്ധനായിരിക്കും.
അയാളൊരു സഹജീവി സ്നേഹം ഇല്ലാത്ത ആളായിരിക്കും, അയാളൊരു സ്ത്രീ വിരുദ്ധനായിരിക്കും, ഉറപ്പാണ്. നിങ്ങൾ ഏത് പഠിച്ചോ, ഖുറാനോ ബൈബിളോ ഭഗവത്ഗീതയോ ഏത് നിങ്ങൾ പഠിച്ചാലും അതിലെല്ലാം ഈ പറയുന്ന പരമത നിന്ദയും മറ്റു ഗോത്രങ്ങളെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളും സ്ത്രീകളോടുള്ള ഈ വിവേചനങ്ങളും മാത്രമേ ഉള്ളൂ. അത് 18 വയസ്സ് കഴിഞ്ഞ് എല്ലാ വിശ്വാസികളും ഒന്ന് എടുത്തു വെച്ച് കൃത്യമായിട്ട് വായിക്കണം. ഇപ്പം രാമായണത്തിൽ രാമ മരിച്ച കേസ് ഈ രാമായണം വായിക്കുന്ന പലർക്കും അറിഞ്ഞുകൂടാ. എൻ്റെ വീട്ടിൽ ചോദിച്ച് പറഞ്ഞുകൂടാ. അപ്പം മരിച്ചിട്ടില്ലെന്ന് പറയണേ. രാമൻ മരിച്ചിട്ടില്ല, കൃഷ്ണൻ മരിച്ചിട്ടില്ല. മനസ്സിലായി? ഈ മരിക്കുന്ന ഭാഗങ്ങളൊന്നും വായിക്കൂല. ഇത് ഇങ്ങനെ അങ്ങ് വായിച്ചു പോകുന്നു എന്നാണ് സീരിയസ്ലി ഞാൻ പറയണതാ. ആത്മഹത്യ അതന്നെ ഞാൻ പറഞ്ഞ തോട്ടിച്ചാടി ചത്തതല്ലേ അത്. ഞാൻ പറഞ്ഞത് തോട്ടിച്ചാടി ചത്തു എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കുന്നില്ല മരിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഞാൻ പറയേണ്ടത് ഇങ്ങനെ നമ്മൾ ഈ കുട്ടികൾക്ക്, നമുക്കിനി പ്രതീക്ഷയുള്ളത് കുട്ടികൾക്കാണ്. കുട്ടികളിൽ കൃത്യമായിട്ട് ശാസ്ത്രീയ വിദ്യാഭ്യാസം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അത് മസ്റ്റാണെന്നാണ് ഞാൻ പറയുന്നത്, മസ്റ്റാണ്. മതവിശ്വാസം നമ്മൾ ഈ 18 വയസ്സ് കഴിഞ്ഞിട്ട് ഈ മതവും പഠിപ്പിക്കണം. എന്നിട്ട് ഇതൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കണമെന്ന് പറയണം, വായിച്ചു നോക്കാൻ പറയണം. അപ്പോഴവൻ മനസ്സിലാകും ഇതെന്താണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതെന്ന്. മൊത്തം സ്ത്രീ വിരുദ്ധതയില്ലേ. ഇപ്പം നമ്മൾ വനിതാ ദിനത്തിന് നമ്മൾ ഷൂട്ടിങ്ങിന് പോകാറുണ്ട്. വനിതാ ദിനത്തിന് ഷൂട്ടിങ് പോയിട്ട് വനിതകളെക്കുറിച്ച് അങ്ങനെ മറ്റതെല്ലാം പറയും. എന്നാൽ ഈ മതത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഈ സാംസ്കാരിക സംഘടനയിലെ നേതാക്കളെ ഒന്നും പറയില്ല. ഖുറാനിലൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, ബൈബിളിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്, ഭഗവത്ഗീതയിൽ മനുസ്മൃതി എന്തൊക്കെയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്, ആരെങ്കിലും പറയോ? ഇല്ല. അവിടെ ഒന്ന് അല്ലാതെ കുറേ അങ്ങ് പ്രസംഗിച്ചിട്ട് പോകുന്നുള്ള ഇത് തൊട്ട് കളിക്കുന്ന കാര്യം എന്തുകൊണ്ടാണ്? ഇത് തൊട്ട് കളിക്കാൻ പേടിയാണ്, ഇത് പേടിയാണ്. അപ്പോൾ അത് പേടിയില്ലാത്ത നമ്മളെപ്പോലുള്ള കുറച്ച് പേര് നിന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. അത് വലിയ സ്വീകാര്യതയൊന്നും കിട്ടില്ല, അതറിയാം. കുറച്ച് പേര് മതി. ഇപ്പം നേരത്തെ പറഞ്ഞ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇല്ല. നമ്മൾക്ക് ഞാൻ പറയുന്നത് ഒരു ട്രോള് മതി ഒരാളെ ചിന്തിപ്പിക്കാം. ഏതെങ്കിലും ഒരാൾക്ക് സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾ അതുവഴി അങ്ങ് പൊക്കോളും. സ്പാർക്ക് കിട്ടിയാൽ മതി. ഒരു ട്രോളിനൊക്കെ ഞാനൊക്കെ ഈ സ്റ്റാറ്റസ് ഇടാറുണ്ട് എല്ലാം. അപ്പോൾ നീ പറയുന്നത് ശരിയാണല്ലോ, അത് ശരിയാണല്ലോ എന്ന് നമ്മൾ പല രീതിയിലും ചിന്തിക്കും. ഇത് നമ്മൾ കൃത്യമായിട്ട് എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഒരു ലേഡിയും ഒരു 45 വയസ്സായ ലേഡിയും ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടി വന്നു. ഒരു ലഘുലേഖ തന്നിട്ട് പോയി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആദ്യം ലഹരിയുടെ കാര്യങ്ങളൊക്കെയാണ്. ലഹരി ഇങ്ങനെയൊക്കെ എന്താണ് അങ്ങനെ അവസാനം. എന്നിട്ട് നമ്മൾ പിന്നീട് വരാമെന്ന് പറഞ്ഞാൽ പിന്നീട് വരാം പഠിച്ചിട്ട്. അപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ചു അവസാനം ശരിയാണ് ആദ്യമൊക്കെ ലഹരി എങ്ങനെ ഉപയോഗിക്കണം, പിള്ളേരിൽ എങ്ങനെ അത് മാറ്റണം. അവസാനത്തെ പണി വരുമ്പോൾ ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവർ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വന്ന് ആദ്യമായി ഇങ്ങനെ തുടങ്ങി. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ യുക്തിവാദിയാണ് ഞാൻ, മകനും അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ബംഗാളി അവിടെ നിന്നുകൊണ്ട് ഞാൻ എന്താണ് ചേട്ടാ സംസാരിക്കും അങ്ങനെ. അപ്പോൾ ആദ്യം മുതലുള്ള എല്ലാ കേസും ഇപ്പം ബൈബിളിനെ പറ്റി തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു യേശു ശരി ദൈവപുത്രനല്ലേ, ഓക്കെ. ഈ പുത്രനെ ഉണ്ടാക്കിയിട്ടിട്ട് ഈ പുള്ളിയെ കൊണ്ട് ഇത്രയും അനുഭവിക്കേണ്ട കാര്യം എന്താ? പുള്ളിയെ കുരിശിലടിച്ചു, പാവങ്ങളെ ഏറ്റെടുത്തു. ഈ പാവങ്ങൾ ചെയ്യിപ്പിക്കാതിരുന്നാൽ പോരെ ഒരു ദൈവം ഉണ്ടെങ്കിൽ? എന്തിനാ ആ പിള്ളെ തിരിപ്പിക്കാതിരുന്നാൽ പോരെ? നിങ്ങൾ ആദ്യം ഔവയും സൃഷ്ടിച്ചു. അപ്പോഴേച്ച് ഈ സദാചാരമൊക്കെ അന്നൊന്നും ഇല്ലേ? ആദവും സൃഷ്ടിച്ചു, പിന്നെ ആബേലും കായേലും വന്നു, പിന്നെ അങ്ങനെ സന്തതി പരമ്പര ഉണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴേ ഈ ഡിഗ്രി പഠിക്കുന്ന കുട്ടി ശ്രദ്ധ അത് നോക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇതൊക്കെ ഇവരൊരു ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് പോകത്തുള്ളൂ. കാര്യം അല്ലെങ്കിൽ അപ്പോഴാരൊക്കെ അമ്മയും മകളും അല്ലെങ്കിൽ അച്ഛനും ഇതൊക്കെ കല്യാണം കഴിക്കേണ്ടി വരും. അപ്പോഴത് അവരുടെ സദാചാരം ശരിയാവില്ലല്ലോ, അതങ്ങോട്ട് ഒത്തുപോകുന്നില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ ഇപ്പം രാമേന്ദ്ര സാറിനോടെയൊക്കെ കഴിഞ്ഞ ദിവസം ചോദിച്ചതാണ്, ഒരു മതവിശ്വാസി എപ്പോഴും അതായത് മതം കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന, അമിതമായിട്ട് മതവിശ്വാസമുള്ള ഒരാൾ ഒരു സ്വാർത്ഥനും ഒരു മനുഷ്യത്വരഹിതവും ഉള്ള ആളായിരിക്കും എന്നുള്ളതാണ്. അത് ശരിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവൻ വിചാരിക്കുന്നത് മറ്റുള്ളവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ന പാപങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ്. അതിൽ നമ്മൾ ഇടപെട്ടാൽ ദൈവത്തിനെതിരെയുള്ള ഇടപെടലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് പാപം കിട്ടും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്ന് കൃത്യമായിട്ട്, എനിക്ക് ഏതൊരു വേദി കിട്ടിയാലും എവിടെയായിരുന്നാലും, ഓഫീസിലായിരുന്നാലും എവിടെയായിരുന്നാലും ഒരു ചോദ്യം വന്ന് നമ്മൾ അതിന് മറുപടി ചോദിച്ചിരിക്കും. പിന്നെ നമ്മൾ യുക്തിവാദിയാണ് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകനാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. എവിടെ ചെന്നാലും കാര്യം നമ്മൾ കൂടെ വേറൊരാൾ വന്നിരുന്ന ഒരു IAS കാരൻ വന്നിരുന്നാലും യുക്തിവാദി അല്ലെങ്കിൽ എൻ്റെ താഴെ ഇരിക്കുന്ന ആൾ തന്നെയാണ്. കാര്യം
അത് ഇതൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ഇത്തിരി നട്ടെല്ലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നമ്മളൊരു ഫീൽഡിൽ വരാൻ പറ്റൂ. വളരെ പ്രയാസമാണ് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ കുടുംബത്തോടും നമ്മൾ സമൂഹത്തിൻ്റെയോടും ഒക്കെ പൊരുതിയിട്ട് വേണം, ഒഴുക്കിനെതിരെ നീന്തിയിട്ട് വേണം നമ്മൾ ഇതിനകത്ത് പോരാടി വരാനുള്ളതാണ്. അപ്പോൾ ഏറ്റവും എനിക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് ശാസ്ത്ര വിദ്യാഭ്യാസം കൊടുക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. ഈ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. നമ്മൾ ഈ സ്കൂളുകളിൽ പോയാലേ ഇപ്പം അധ്യാപകരുടെ പ്രധാന പണി എന്താണെന്നറിയാമോ? അധ്യാപകരുടെയും ദൈവങ്ങളുടെയും ഇപ്പോഴത്തെ പ്രധാന പണി എന്താണെന്നറിയാമോ? എന്നാലും ഭൂരിപക്ഷമല്ല, കുട്ടികളുടെ മുടി വളർന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. കുട്ടികളുടെ മുടി വളർന്നിട്ടുണ്ടോ? മുടിയും താടിയും മുടിയൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ പ്രശ്നമാണ്. അപ്പോൾ പിന്നെ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോവുക. മുടി ഇപ്പം എൻ്റെ മകനും കുറച്ച് മുടി വളർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം പോയിട്ട് അവനെ വെട്ടിച്ചു. അവൻ വീട്ടിൽ വന്നിട്ട് അവൻ്റെ ഒരു പേഴ്സണാലിറ്റിയെ തൊട്ടതുപോലെ അവന് ഫീൽ ചെയ്തു. അവൻ എങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടു. ഈ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ പങ്കാളി ടീച്ചറെ വിളിച്ചു. അവന് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്തോട്ടെ, നമുക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ദൈവത്തിൻ്റെയും പ്രശ്നം. ഈ മുടി കാണുന്നതും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അധ്യാപകർക്ക് കൃത്യമായിട്ടുള്ള ശാസ്ത്ര വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ഇങ്ങനെയുള്ള നാസിക് നേഷൻ പോലെയുള്ള സംഘടനകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുരോഗമനപരമായിട്ടുള്ള നമ്മളെ ഈ യൂട്യൂബ് ചാനലുകളും ബിജുമോഹനൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ചാനലുകളിൽ കൂടെ നമുക്ക് ഒരാൾക്കെങ്കിലും ഒരു കണ്ണ് തുറപ്പിക്കാൻ സാധിച്ചാൽ, ഒരാൾക്ക് നമ്മളിപ്പം 5000-6000 വീഡിയോസ് ചെയ്തിട്ടു അതിൽ ഒരു വീഡിയോ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ സാധിച്ചാൽ അത് മതി. അതേപോലെ ഇവിടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നാസ്തിക് നേഷനും നമ്മൾ ഇതേപോലെയല്ല നമ്മുടെ യൂട്യൂബ് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന യൂട്യൂബേഴ്സിനും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.